ബാക്ക് ടു ടിപ്സ്. അപ്പോൾ ഇന്ന് കാർത്തികേട്ടന്റെ കല്യാണമാണ്. എന്റെ കയ്യിൽ എന്തിരിക്കണം എന്നറിയാമോ? അബിന്റെ പാന്റ്. അബിന് പാന്റ് ഇല്ലാതെ അവിടെ ഇരിക്കണം. നമുക്ക് കൊണ്ട് അബിന് പാന്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കാർത്തികേട്ടന്റെ കല്യാണത്തിന് പോകാം. എനിക്ക് ഈ ഡ്രസ്സ് ചെയ്തു തന്നത് റേവേൾഡ് ബൊട്ടീക്കാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള എനിക്ക് മുന്നേ ഓണത്തിനൊക്കെ ചെയ്തു തന്ന അവർ തന്നെയാണ്. നല്ല രസമില്ല, അവസാന സമയത്ത് അവർ ഒപ്പിച്ചു തന്നു. ഭംഗിയില്ല, എനിക്ക് ചേരണ്. അയ്യോ, അവന്റെ പാന്റ് മടങ്ങാതെ ഞാൻ കൊണ്ടുവന്നു. പക്ഷേ ഞാൻ അബിന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഒരര മണിക്കൂർ വിളിച്ചിട്ട് ഡ്രസ്സ് മാറ്റാൻ പറ. എല്ലാവർക്കും കൊള്ളു. ഇപ്പൊ നല്ല ഡ്രസ്സ് തന്നെയല്ല. നമ്മള് കല്യാണത്തിന് വന്ന് ഇവരെ കണ്ടപ്പോ എനിക്ക് പേടിയാണ്. എല്ലാ മീഡിയക്കാരും ഉണ്ട്. നീലക്കുയിൽ, മഞ്ഞക്കുയിൽ എല്ലാം വീഡിയോ കാണുമ്പോഴേ ഞാൻ ഈ സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. അപ്പൊ നമ്മള് കല്യാണത്തിന് എത്തി. ഒരുപാട് കാർത്തികൻ അത്ര ഇഷ്ടമെന്ന് പറഞ്ഞു, അതുകൊണ്ട് സന്ദീപ് തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങളുടെ കല്യാണം എന്തായാലും പൊളിക്കാം. ചാനലുണ്ട്, ആഫിയാസ് വ്ലോഗ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വിശപ്പുണ്ട്. ഇവിടെ ഭയങ്കര കൂട്ടമായിരുന്നു. നല്ല കാറ്റ്, നല്ലൊരു വലിയ ഫാനിന്ന് കാറ്റും കിട്ടും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഇഷ്ടമല്ല പപ്പടം പൊടിക്കുന്നത്. പകുതി ഞാൻ ഉള്ളു വെച്ചാൽ പപ്പടം കഴിക്കില്ല. സദ്യ കഴിക്കുമ്പോൾ അടി കൂടരുത്, മനസ്സിലായോ കഴിച്ചു. ഞാൻ എടുത്ത് കുറച്ച് അച്ചാറ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു പിടി. കാർത്തികന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഭയങ്കര തിരക്കായി. ഹാപ്പി ആയിരിക്കുന്നു ഗൈസ്. എന്റെ വീഡിയോയിൽ വരൂ. അടുത്ത ചേട്ടന്റെ കല്യാണം എന്തോന്നു? എനിക്ക് കല്യാണം ഇല്ലടാ. അതെനിക്കറിയാം, എന്നാലും ചുമ്മാ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഗാ ഐറ്റം, ഒരു പ്രൈവറ്റ് പാർട്ടി. ആരും അറിയത്തോലും അത്. ഓക്കെ, നിങ്ങളൊക്കെ അറിയാം, വേറെ ആരും. കാർത്തികന്റെ കല്യാണം കഴിഞ്ഞെല്ലാം വീട്ടിലെത്തി. അവിടെ ഫുള്ള് മീഡിയ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോ ആനി ആരൊക്കെ പിടിച്ചേക്കുന്നത്. ഞാൻ പോയി രസിച്ചിട്ട് വന്നു എന്റെ ഇടയ്ക്ക്. ആനി ആ വീഡിയോ ഒക്കെ ഇടുമ്പോ എന്തൊരു സിറ്റുവേഷനിലാണ് എനിക്ക്. ഞാൻ ആനിയടുത്ത് അവിടെ ചട്ടമ്പി കല്യാണത്തിനല്ലേ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യനൊക്കെയാണ് മീഡിയക്കാർ ചോദിക്കുന്നത്. ഞാൻ പിന്നെ പെട്ടെന്ന് ആനിയെ അവിടെ നിന്ന് വിളിച്ചിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഒരുമാതിരി പേടിയായിരുന്നു. നമ്മൾ കല്യാണത്തിനാണ് പോകുന്നത്, ആ ബന്ധമില്ലാത്ത ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലുമൊക്കെ മീഡിയ ചാനലിൽ ഞാൻ ഇനി വരുമല്ലേക്കാ. അതാണ് എന്റെ ഇപ്പോഴത്തെ പേടി. നീ പോട്ട് മറ്റേ അശ്വതി ചേച്ചി ഓടി. അയ്യോ, ചേച്ചി എവിടെ പോയാലും ക്യാമറ 5 ക്യാമറ കൂടെ ഉണ്ടാവും. അതല്ല ഓൺലൈൻ മീഡിയ ഉള്ളതെന്നറിയാം. നിന്നെ ഇത്ര ക്യാമറ ഉള്ള കാര്യം അറിയാമോ? 100-150 ക്യാമറ. എന്തായാലും ആവട്ടെ, കളന്ന് ഗൈസ്. കല്യാണം നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ ഡയറ്റാണ്, എനിക്ക് പ്രോട്ടീൻ ഇല്ലാതെ കുറച്ച് ചോറ് കഴിച്ചു. കുറച്ച് ചോറ് അവിയൽ വലിച്ചിട്ട് ഞാൻ മതിയാക്കി. ഒറ്റപ്പടി എനിക്ക് പരിപ്പ് കറി, എനിക്ക് വേറെ എന്തൊക്കെ കറിയാണ് ആദ്യം ഒഴിച്ചെന്ന്. പരിപ്പടൊക്കെ ഉണ്ടായിരുന്നു. അല്ല, പരിപ്പോടെ സദ്യയോടെ വെച്ചിരിക്കുന്നത്. ഇന്ന് കുറച്ച് പ്രോട്ടീൻ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ട് പോകണം. ഏത് മൂഡ് ബാക്കി ഡാൻസ് എടുക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഡാൻസ് എടുത്ത് ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് ഉറങ്ങിയിട്ട് പെട്ടെന്ന് വരാം. എന്തിനാണ് ഡാൻസ് എടുക്കണം പറയണമെന്നറിയാമോ? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എനിക്ക് പീരിയഡ്സ് ആവും. പീരിയഡ്സ് ആയാൽ ചത്ത്. അതുകൊണ്ട് ഇന്ന് എടുത്തോണ്ട് ടൈമായി. അമ്മ ചോദിക്കണം അതൊക്കെ എന്തിനു പറയണമെന്ന്. കോമൺ ആയിട്ട് നടക്കുന്ന സാധനം അല്ലേ പനി വരണമെന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? ഈ വ്ളോഗ് ആക്ച്വലി കുറച്ചേ ആയുള്ളൂ. പക്ഷെ നമ്മൾ മുന്നേ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്, ഒരു ചലഞ്ച് വീഡിയോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഹർത്താൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്ത് ചെറുതായിട്ട് മൂഞ്ചി പോയി. ഹർത്താലായിട്ട് നമുക്ക് ഒരു മണ്ണാക്കെട്ടും ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട് പോയപ്പോ അവിടെ ഒരു മണ്ണാക്കെട്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സ്ഥലം അറിയത്തില്ല. പക്ഷെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വ്ളോഗ് മാനേജ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ആ വീഡിയോ കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടാൻ പോവാം. ഒരാഴ്ച കഴിഞ്ഞ് 23-ാം തീയതി ആണ്.
വാച്ച് നമ്മളൊരു അടിപൊളി ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ചലഞ്ച് പേരെന്താ മോളെ? ആനി ഈസ് കോപ്പിംഗ് അബിൻ. അബിൻ എന്ത് ചെയ്യോ അതെല്ലാം ആനി കോപ്പി അടിക്കും. ആനി എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം അബിനും കോപ്പി അടിക്കും. ഓ കേട്ടപ്പോ തന്നെ ചാർജായി. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കും. ഇൻട്രസ്റ്റിംഗ് ആക്കും. അത് തന്നെ ആനി. ആനി ആനി നമ്മളാദ്യം എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? പമ്പിൽ പമ്പിൽ പോയി മൂത്രം ഒഴിക്കും. പബ്ലിക്കിന്റെ ഇടയിൽ പോയിട്ട് ഇന്നാര് ഡാൻസ് കളിക്കും. പബ്ലിക്കിന്റെ ഇടയിൽ പോയിട്ട് ഇന്നാര് ഡാൻസ് കളിക്കും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കേട്ടപ്പോ തന്നെ ചാർജായി. ഗൈസ് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എക്സ്പോഷൻ പൊട്ടും. അപ്പൊ ആനിങ്ങനെ നടക്കിക്കും. ആനിങ്ങനെ ബൈക്കിലോട് ചാടി വരും. കേട്ടപ്പോ തന്നെ ചാർജായി. ഗൈസ് നമ്മൾ നീണ്ട 4 ദിവസത്തിന്റെ ട്രാവലിൽ നമ്മളങ്ങനെ മണാലി എത്തി. ടയേർഡായി. അരമണിക്കൂറായില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. നമ്മള് തമിഴ്നാട് മണാലി. കേരളത്തിൽ ഹർത്താലായതുകൊണ്ട് നമ്മൾ തമിഴ്നാട് വന്നു. തമിഴ്നാട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. എവിടെ പോയേ സ്ഥലമൊന്നും അറിയില്ല. തമിഴ്നാടിന്ന് എക്സ്പ്ലോർ ചെയ്യാം. എവിടെ പോവാൻ? കാശിക്ക് പോവാം. കാശി. അതെവിടെയെന്ന് എവിടെയെന്ന് എനിക്ക് അറിയില്ല. ചലഞ്ച് കോപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കോപ്പി ചലഞ്ച് അല്ല. കോപ്പിയല്ല. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേറെ സ്ഥലത്ത് പോവാം. ഞാൻ എക്സാമ്പിൾ ഒരു കോപ്പി ചലഞ്ച് കാണിച്ചു കേട്ടാ. അവള് ചെയ്ത ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത അവള് ചെയ്തില്ല. വിഷ്വൽ ബ്യൂട്ടി. നമ്മുടെ വീടിന് തൊട്ടടുത്താണ് ഈ സ്ഥലമൊക്കെ. നമ്മള് ബോർഡർ സൈഡല്ലേ, തൊട്ടടുത്താണ് ഈ സ്ഥലമൊക്കെ. ആദ്യമായിട്ട് കാണുന്ന ഫീൽ ഉണ്ട്. നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ കാണും. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ നിർത്തുന്നത്. സ്ട്രോ ഇല്ല. ഡ്രസ്സിലായ പോവില്ല അതിന്. പിന്നെന്താ ആനിവിനി ഇതുപോലെ കോപ്പി. ഇതാണ് കോപ്പി. ഈ ടൈപ്പാണ് കോപ്പിയാണ് നമുക്ക് വേണ്ടത്. ഒന്നും താഴെ കുടിക്കണം. ലിപ്സ്റ്റിക്കെല്ലാം ഇവിടെ ഉണ്ട്. ഒന്നും വന്നില്ല. അവര് സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ പോകുന്നു. അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഭാവി? ചാടി ഇങ്ങനെ പറന്നിങ്ങനെ. അതാണ് സ്ലോ മോഷൻ. തമിഴ്നാട് വന്നിട്ട് തമിഴ്നാട്ടിലുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യണം. ഇവിടെ നല്ല ബിരിയാണി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് പറയുന്നത്. ആനി കഴിക്കുന്നില്ല ഇന്ന് ഫുഡ്. ആനി കഴിക്കുന്നുണ്ട് ഇന്ന് ഫുഡ്. മിസ്റ്റേക്ക്. എന്താ വേണം തമിഴ്നാട് വന്നിട്ട്? നമ്മൾ ഇത്ര അടുത്ത് വന്നല്ലേ ഫ്രൈ ചെയ്ത് കഴിക്കണം വന്ന്. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മള് വിശന്നാണ് വന്നത് ഗൈസ്. ഇവിടെ ഇത്രയും ഫുഡ് ഇരുന്നിട്ടും ഇവ സോസ് മുക്കി കഴിക്കും. സോസ് ലവർ. സോസിനെ കല്യാണം കഴിക്കുമോ? ആനി ചെയ്യുന്നു ചെയ്യും. സാപ്പിട്രാ തമ്പി. ഞാൻ ഡയറ്റ് വെച്ചാ. ഞാൻ അവിടെ ചിക്കൻ മാത്രമേ കഴിക്കൂ. അപ്പൊ ഞാൻ ചിക്കൻ. ഓക്കെ ഞാൻ കഴിക്കുന്ന ഞാൻ ചിക്കൻ കഴിക്കണേ. അബിന്റെ പിസ്സ കഴിച്ചൂടാ, ബ്രെഡ് ഐറ്റംസ് കഴിച്ചൂടാ. അത് ഓവർ ഫാറ്റ് ആയി. ഇത് എണ്ണയുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. അറിയാണ്ട് ഞാൻ ഇത് കൊടുത്ത് ഒന്ന് തളച്ച് ജ്യൂസ് കുടിച്ചൂടാ. എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കും. ഒന്ന് എത്ര കുടിച്ച്?
വാവയുടെ അമ്മ വാവയെ ഞങ്ങളിവിടെ വിടത്തെ മെയിൻ റീസൺ എന്താ അറിയാവും? അവൻ ടൂസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ്റെ അമ്മ പറയുന്നത് മെയിൻ റീസൺ നമ്മൾ ഇങ്ങനെയൊക്കെ ഫുഡ് അവന് കൊടുക്കുന്നു. അടുത്ത ദിവസം ഹോസ്പിറ്റലിലായിരിക്കും ഫുഡ് കൊടുക്കും. ഞങ്ങൾ ടൈമിനല്ല ഫുഡ് കഴിക്കുന്നത് നോർമലി. അതുകൊണ്ട് അവന് ടൈമിന് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ വഴക്ക് പറയും. കേട്ടാ, നീ കാരണമാണ് ഞങ്ങൾക്ക് എപ്പോഴും വഴക്ക് കിട്ടുന്നത്. നമ്മളെ സിറ്റിയിൽ ഒരു ആവശ്യമായിട്ട് ഇറങ്ങിയതാണ്, പക്ഷെ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തമിഴ്നാട് ഇറങ്ങിയാണ്. ഇവിടെ വന്ന് ഒരു പിസ കഴിച്ച് ഇനി നമ്മൾ വീട്ടിൽ പോകാൻ പോകും. കഷ്ടപ്പെട്ട് 50-60 കിലോമീറ്റർ ഒന്നും ഇവിടെ ഒരു സ്ഥലവും അറിയത്തില്ല. നമുക്ക് അറിയാത്തതുകൊണ്ടാണ് പ്രശ്നം. വന്ന അവിടെ ഒരു മല കണ്ട്, മലയുടെ അവിടെ കുറച്ച് വീഡിയോ എടുത്ത് ഇവിടെ വന്ന് പിസ ആയിട്ട് ഉണ്ട്. വേറെ ഒന്നും അറിയത്തില്ല ഇവിടെ സത്യം പറഞ്ഞാൽ. ഇനി കുറച്ചുകൂടെ പോവാമായിരുന്നു, പക്ഷെ ഇവിടെ എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. വൺ ഓഫ് ദ പോയിന്റ് ഇവിടെ ഇപ്പൊ 8 മണിയായി ഗൈസ്. എനിക്ക് വർക്കുണ്ട്, പോയിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് പോവാം. പോയിട്ട് വർക്ക് ചെയ്യണം. ആനിമോള് അഭിചേട്ട സഹായിക്കാം. അഭിചേട്ടൻ സഹായിക്കും ആനീനെ. ആനി ചെയ്യുന്ന വർക്ക് കോപ്പി അടിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നു. ആനി ചെയ്യുന്ന വർക്ക് കോപ്പി അടിച്ച് അവൻ ചെയ്യുന്നു. 100-ന് 110 മാർക്ക് കൺഫേം. 100-ന് 110 മാർക്ക് കൺഫേം. ഒന്നും മനസ്സിലായി. നീ വർക്ക് ചെയ്ത ഫ്ലോപ്പ് ആവുന്നതാണ് ഉദ്ദേശിച്ചത്. അത്രയും തന്നെ ഉദ്ദേശിച്ചത്. ദൈവം ചെയ്താൽ നന്നായിട്ട് വരുമെന്ന് വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? കണ്ടു തോന്നിയത് നിന്നെ കണ്ടു തോന്നി. അഭ്യാസത്തെ അവർക്ക് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? അതല്ല കാർസിനെ പറ്റി ഭാവിക്ക് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഏത് കാറാണ് ഏറ്റവും ഇഷ്ടം ഭാവിക്ക്? നീ എന്നോട് ഞാൻ നിന്നെ സ്കൂളൊന്നും കൊണ്ടുവിടത്തില്ല കാറിൽ. ഭാവിയുടെ കാർ നോളജ് പറഞ്ഞു. ഭാവിക്ക് ഡീസൽ ആണോ പെട്രോൾ ആണോ EV ആണോ ഇഷ്ടം? ഡീസലിന്റെ പ്രത്യേകത എന്താണ്? ഡീസലിന്റെ പ്രത്യേകത ലംബോർഗിനി, ഫെരാരി, അംബാസഡർ, റോൾസ് റോയ്സ്, ഓഡി, പോർഷ. നമ്മളെ പഴയ കാർ കിട്ടു. പോളോ. ഏറ്റവും സ്പീഡ് പോണ കാർ ഏത്? പിന്നെ ഏത് കാറുണ്ട്? ഓഫ് റോഡ് കാറുണ്ട്. കുറച്ച് വലിയ പേരാ പറഞ്ഞു കൊടുക്കാൻ. അവിടെ കുരിശൊരിഞ്ഞില്ല ഇപ്പൊ. അതാ അവനെ പഠിപ്പിച്ചു കൊടുത്തത്. നീ എന്ത് ചെയ്തില്ല? നീ എന്താ കുരിശൊരിഞ്ഞില്ല? ആംബുലൻസ് വരുമ്പോ സീരിയസ് സിറ്റുവേഷനിലായിരിക്കും പോണത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പണ്ട് UKG എനിക്ക് ഒരു സിസ്റ്റർ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ കുരിശ് വരയ്ക്കണം. പക്ഷെ അത് പണ്ട് പ്രാർത്ഥിക്കണം മനസ്സിൽ പ്രാർത്ഥിക്കണം. പക്ഷെ പണ്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ ഒരു ദിവസം പറഞ്ഞു കൊടുത്തേ. എന്നിട്ട് ഇവൻ വരയ്ക്കത്തില്ല. ആംബുലൻസ് അഭിച്ച വരയ്ക്ക് നമ്മളെക്കാണ് വില്ലനായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അറിയാവുന്നതാണ്. മതി മതി ആശാനം മതി. എനിക്ക് ബാൻഡ് കഴിക്കാൻ അമ്മ